ഹായ് ഫ്രണ്ട്സ്, ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഞായറാഴ്ച രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു റിലേഷൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ എന്നാൽ തിങ്കളാഴ്ച നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വീട് നമ്മൾ ഗേറ്റ് തുറന്ന് ഇങ്ങനെ വരുമ്പോൾ അസ്വാഭാവികമായി കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രിഡ്ജിലിരുന്ന ഈ ഒരു ഗ്രേപ്സിൻ്റെ ഈ ബോക്സ് ഇവിടെ ഈ മതിലിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വേഗം തന്നെ നമ്മൾ ബാക്ക് സൈഡിലെ വാതിലാണ് പൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു, പിന്നെ ഇവിടെ വന്ന് ഈ വാതിൽ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഈ വാതിലിങ്ങനെ തുറന്ന് കിടക്കുമായിരുന്നു. ഞാൻ ഒരു തുണി എടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. തുണി എടുത്തിട്ട് നമുക്ക് തുറക്കാം. ഇങ്ങനെയാണ് ഉണ്ടായ വാതിൽ. അപ്പോൾ വാതിൽ ഞാൻ നോക്കി, ഇവിടെ ഈ ലോക്ക് ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ഈ ലോക്ക് ഇങ്ങനെയുള്ള, നമുക്ക് അതിലൊന്നും തൊടാൻ കഴിയില്ല. പോലീസ് പറഞ്ഞാൽ തൊടാൻ പാടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ബേജാറായിപ്പോയി. ഓടി വന്ന് നമ്മൾ ഇവിടെ ഡ്രസ്സിങ് റൂമാണ്, കംപ്ലീറ്റ് അലമാരയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അവിടെ നോക്കുമ്പോൾ ഈ അലമാര മൊത്തമായിട്ടും, ഞാൻ ലൈറ്റ് ഇടാം, അലമാര മൊത്തമായിട്ടും എല്ലാം വലിച്ച് താഴെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഈ അലമാര മൊത്തം അവിടെ എല്ലാം അവർ നോക്കിയിട്ടുണ്ട്. ആ അലമാര, അങ്ങേ അറ്റത്തുള്ള അലമാര, പിന്നെ ഇവിടെ നമ്മൾ ഓരോ ഡ്രസ്സ് ഓരോ അലമാരയിലാണ് വയ്ക്കുക, വീട്ടിലിടുന്നതും ബെഡ്ഷീറ്റും അങ്ങനെ. അപ്പോൾ കംപ്ലീറ്റ് ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അടുത്ത് ആകെ പേടിച്ച് പോയത് എൻ്റെ ബെഡ്റൂമിലാണ്. എൻ്റെ ബെഡ്റൂമിലേക്ക് നമ്മൾ ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. പിന്നെ ലൈറ്റ് ഇടട്ടെ, കണ്ടോ, ഇങ്ങനെ എല്ലാ അലമാരയിൽ നിന്ന് ഫുൾ വലിച്ചിട്ടിരിക്കുക. ആ ഒരു ചെറിയൊരു റാക്ക് ഉണ്ട് അതിനകത്ത്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ ഒരു റാക്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ കുറച്ച് അത്യാവശ്യം എൻ്റേതായ കുറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് കംപ്ലീറ്റ് വലിച്ചിട്ടിരിക്കുക. പിന്നെ ഇവിടെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളാണ് അവിടെ ഉള്ളത്, അതൊക്കെ തുറന്നിങ്ങനെ ഇട്ടിരിക്കുകയാണ്. എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ്, എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഇതെൻ്റെ ഡോക്യുമെൻറ്റ്സാണ്. അത് നമുക്ക് തൊടാൻ പറ്റില്ല. അതെല്ലാം അവിടെ ഇങ്ങനെ അലമാരയിൽ വെച്ചിരുന്നതാണ്. ഇവിടെ അലമാരയിൽ ഞാൻ സൂക്ഷിച്ചിരുന്നതാണ്. അതെല്ലാം ഉണ്ട് ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ കള്ളൻ കയറി വീടിൻ്റെ മുകളിലത്തെ നിലയിലും കയറി. ആടെന്ന് മോളുടെ ഒരു മോതിരവും മൂക്കുത്തി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് പോയി. പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ടാണ് ആ ഗ്രേപ്സ് എടുത്ത് തിന്ന് കഴിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് സാധനം ഉണ്ടെന്ന് അതെല്ലാം എടുത്ത് പോയി. വേറെ ഒന്നും കാര്യമായിട്ട് എന്ന് പറഞ്ഞ് സ്വർണം പോയി. ഈ ഡ്രസ്സ് മൊത്തം എടുത്തിട്ട് പോയി. നമ്മൾ ഒരു നൈറ്റ് ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നലെ പോലീസ് വന്നിട്ട് എല്ലാം ചെയ്തു. നമുക്കിപ്പോൾ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഫോറൻസിക് വിദഗ്ധർ വരാതെ കയ്യടയാളം എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ തന്നെ ഭയങ്കര കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മളിവിടെ അരിയിട്ട പാത്രങ്ങളും ഇത് ഞാൻ ജസ്റ്റ് എന്നോട് അടച്ചു പോയി. ഈ പാത്രം അതൊക്കെ തുറന്നിട്ടിരിക്കുന്നത് എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുക. ഒരു നൈറ്റ് മൊത്തം എനിക്ക് തോന്നുന്നു ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഈ ഏരിയയിലൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ പോയത്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, ലൈറ്റ് ഇട്ട് വെക്കണം, വാതിൽ എപ്പോഴും കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നുകൂടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.